ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇവിടെ പറയുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓവർ തിങ്കിങ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെ എന്താ പറയുക മറക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് വളരെയധികം ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ മിക്ക ആൾക്കാർക്കും നിങ്ങളിപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നില്ല. വളരെയധികം ഒരു പത്തറ്റിക് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാത്തൊരവസ്ഥയും, നേരത്തിന് ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല, ഭക്ഷണം കഴിക്കാൻ പോലും പച്ചവെള്ളം പോലും കുടിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് ഞാൻ ഈ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരിൽ കാണുന്നത്. ഒരുപാട് പെയിനായിട്ടാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇപ്പോൾ ഒന്ന് ആശ്വാസത്തിനായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ടി വി കാണാമെന്നൊക്കെ വിചാരിച്ചാലും മ്യൂസിക് കേൾക്കാമെന്ന് വെച്ചാലും ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നുണ്ടാവുക. ആ വ്യക്തിയുമായിട്ട് ചിലവഴിച്ച നിമിഷങ്ങളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് കാർഡാണ്. ന്യൂ ബിഗിനിങ് അവിടെ റീയൂണിയൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ അടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ, എന്താ പറയുക, മറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മനഃപൂർവ്വം, പക്ഷെ കഴിയുന്നില്ല. നിങ്ങളുടെ ലാസ്റ്റ് കോൺവെർസേഷൻ എല്ലാം ആ ഒരു വ്യക്തി എടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കാം. അവരുടെ ചാറ്റുകളെല്ലാം എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം. അവരുടെ കോൾസ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരും നിങ്ങളുമായിട്ടുള്ള ഷെയറിങ് കാര്യങ്ങളിലെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കുന്നുണ്ടായിരിക്കാം. ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിയും ഈ ഒരു സിറ്റുവേഷനിൽ അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തി ഇപ്പോൾ ഹാപ്പി ആയിട്ടൊന്നും കാണുന്നില്ല. വളരെയധികം ഗ്ലൂമി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ആ ഒരു വ്യക്തിയെ കാണുന്നത്. നിങ്ങളുടെ എനർജി എന്താണോ ആ എനർജി തന്നെയാണ് അവിടേക്കും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. വളരെ, എന്താ പറയുക, 4 ഓഫ് കപ്സ് ഇവിടെ കണ്ടാൽ അറിയാം. സം ഓഫറിങ് ഈസ് ഗെറ്റിംഗ്, പക്ഷേ ആള് അതിനെ നിരസിക്കുന്ന അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു റിലേഷനായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ പേടിപ്പിക്കുന്നുമുണ്ട്. കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നിട്ട് ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ആൾക്ക് നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോകാനോ മനസ്സിൽ നിന്ന് പിടിച്ച് പറിച്ച് കളയേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരവസ്ഥയായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളെ മറക്കാനായിട്ട് ആൾക്ക് സാധിക്കുന്നില്ല. മറക്കാനായിട്ട് ഒരുപാട് മേ ബി ബോയ്സ് ആണെങ്കിൽ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ എന്താ പറയുക ആത്മഹത്യ ചെയ്യണോ, അങ്ങനത്തെ ഉള്ളൊരു പ്രവണതയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബോയ്സ് ആണെങ്കിലും ആത്മഹത്യ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്യാൻ ശ്രമിച്ചവരും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത് ആ വ്യക്തിയിൽ ഭയങ്കരമായിട്ടൊരു പേടി ഉളവാക്കുന്നുണ്ട്. കാരണം ഇത്രമാത്രം ഞാനിങ്ങനെ അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി. ആ ഒരു വ്യക്തിക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെടുന്ന ഫീലിങ്സ്, ഇപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയ്ക്കായിട്ടാണ് കാണുന്നത്. പിന്നെ ആളില്ലാതെ നീയില്ലാതെ ഞാൻ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നൊരു സിറ്റുവേഷനാണ്. കുറേ പേര് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്കെല്ലാം ഇവിടെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇൻ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത്. റീയൂണിയൻ 80% ഓഫ് ആൾക്കാർക്കും ഇവിടെ റീയൂണിയൻ ഉണ്ട്. ജനറൽ റീഡിംഗ് ആണെങ്കിൽ പോലും 80% ഇവിടെ റീയൂണിയൻ വിത്ത് ഫുൾ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കപ്സ് എനർജിയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. യൂണിവേഴ്സിൽ നിന്നും ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ നിന്നും ഒരു ഓഫറാണ്. നിങ്ങളുടെ ബന്ധത്തിൽ റീയൂണിയൻ ഇവിടെ പോസിബിൾ ആവാനായിട്ട് ചാൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ ഡിസർവ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെയായിട്ട് മാറി തുടങ്ങുന്നുണ്ട് അദ്ദേഹം. ഇപ്പോൾ കൂടെയുള്ളപ്പോൾ ഒരുപാട് വഴക്കുണ്ടാക്കി നിങ്ങളായിരുന്നു അവരുടെ ആശ്വാസം. കൂടെയുള്ളപ്പോഴൊക്കെ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്തെല്ലാം നിങ്ങളായിരുന്നു അവരുടെ ആശ്വാസം എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്.
ഇപ്പോൾ മറ്റാരോടും അവർക്ക് അവരുടെ ഒരു ടെൻഷൻ ഉള്ളപ്പോഴൊക്കെ നിങ്ങളോട് വന്നിട്ട് ആ ഒരു ടെൻഷൻ തീർക്കുന്നതായിട്ടായിരുന്നു ആദ്യത്തെ സിറ്റുവേഷൻ. എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ ചൂടാക്കിയോ ഒക്കെ ആയിരിക്കണം ആള് ഒരു അവരുടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് നിങ്ങളായിരുന്നു അവരുടെ ലോകവും താങ്ങും തണലുമായിട്ടുള്ളൊരു ആളെന്നൊക്കെ പറയണത് നിങ്ങളായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതൊരു ആളിങ്ങനെ വന്ന് ചൂടാവുമ്പോഴും കാര്യങ്ങളൊക്കെ പെയിൻഫുൾ ആയിരിക്കണം എടുത്തിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ അവരുടെ ഒരു സിറ്റുവേഷനും അവരുടെ ഒരു പ്രഷറും കാര്യങ്ങളും നിങ്ങൾ കുറച്ചും കൂടി ഒന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകണമായിരുന്നു, മനസ്സിലാക്കണമായിരുന്നു. കാരണം അവരുടെ ആ ഒരു കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്തില്ലായിരുന്നു. അത് അയാളിൽ ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റിൽ ദേ വാണ്ട് യു, ബട്ട് അവർ ഷോ ചെയ്യുന്നില്ല അത്. അവർക്ക് ഇപ്പോഴും നിങ്ങളെ ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് ലൈഫിലേക്ക് വന്നിരുന്നെങ്കിലെന്ന്. പക്ഷേ അവർ പുറത്തേക്ക് കാണിക്കുന്നില്ല. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. വളരെ ഒരു ഗിൽറ്റി മൂഡാണ്. ഗിൽറ്റി മീൻസ് ഒരുപാട് കുറ്റബോധം അല്ലെങ്കിൽ ഒരു നാണക്കേട് നിങ്ങളോട് ചെയ്തത് വെച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നാണക്കേടും കാര്യങ്ങളൊക്കെ ആൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് അവർ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആർക്കും നിനക്കല്ലാതെ ആർക്കും ആ ഒരു വ്യക്തിയോട് എന്താ പറയുക, നിങ്ങൾക്കല്ലാതെ ആ ഒരു വ്യക്തിയെ ആർക്കും ക്ഷമിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെയാണ് ആളുടെ ഒരു തിങ്കിങ് പോകുന്നത്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനും സംസാരിക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിട്ടായിരിക്കണം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ആളെ എത്തിക്കാനായിട്ട് ഇവിടെ ഗ്രാൻഡഡ് പെർമിഷൻ എന്ന പോലെ തന്നെ യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യൂൺ ഓഫ് വാൺസ് എന്നാണ്. ക്യൂൺ ഓഫ് വാൺസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എഗെയിൻ ഒരു സോഴ്സ് എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് സോഴ്സ് എനർജി ഇവിടെ കിട്ടുന്നത്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളെയും കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും നാട് വിട്ടു പോകാനൊക്കെ ആയിട്ടൊരു ആഗ്രഹം ആളുടെ മനസ്സിലുണ്ട്. കാരണം ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആ ഒരു എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആവും എന്ന് ആൾ ചിന്തിക്കുന്നു. നിങ്ങളെയും കൊണ്ട് വേറൊരു ലോകത്തേക്ക് പോയിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് ആൾ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്കിടയിൽ ഒരുപാട് തേർഡ് പാർട്ടി എനർജീസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വിധിക്കപ്പെട്ടതാണെങ്കിൽ നടന്നട്ടെ, ഇത് വിധിക്കപ്പെട്ടിട്ടുള്ള ബന്ധമാണെങ്കിൽ കൂടിച്ചേരട്ടെ, നിയോഗമുണ്ടെങ്കിൽ ഒന്നാവട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സിൽ എനിക്കിവിടെ കാണുന്നത്. കാരണം ആൾ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് നല്ലൊരു റിലേഷൻഷിപ്പ് ഇൻ ഫ്യൂച്ചർ വൈസ് ആൾ ഒരുപാട് സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും തന്നെ ഈ ഒരു ബന്ധത്തിൽ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികളും കാര്യങ്ങളും എന്താ പറയുക റിപ്പീറ്റേഷൻ മോഡിൽ വരുന്ന കാര്യങ്ങളായിട്ടാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ എന്താ പറയുക കരിയറും കാര്യങ്ങളും ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് അത് സാധ്യമുള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. എന്തൊക്കെ വർക്ക് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും സ്റ്റഡി റിലേറ്റഡ് കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും തിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ആളത്ര ഹാപ്പി ആയിട്ട് ഇവിടെ കാണുന്നില്ല. സാറ്റിസ്ഫൈഡ് അല്ല ഒന്നിലും അദ്ദേഹം. ഒരുപാട് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്.